മലയാള സിനിമാ ലോകത്തിന്റെ the one and only Ramesh Pisharadi is here with us. So with lot Mr. Ramesh Pisharadi sir onto this Atrium Energy ഇന്നത്തെ ലക്കി ഡ്രോ കോൺടെസ്റ്റിലേക്ക് Atrium Energyയിലേക്ക് വളരെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാണ്. യെസ്, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡുകാർക്ക് പഠനക്കാർക്ക് സന്തോഷം നൽകാൻ പോകുന്നത്. സോ എന്തായാലും നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട രമേശ് പിഷാരടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് വിതൗട്ട് എനി ഫർദർ ഡിലേ നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിനെയാണ്. സോ പിഷാരടി സർ ഓൺ ടു ദി സ്റ്റേജ് Atrium Energiesന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്, സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് സർ. നമസ്കാരം, ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിന്. അപ്പൊ എന്തായാലും ആൾക്കാരെ വിളിക്കുന്നതിന് മുമ്പിൽ നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഇവര് ഒത്തിരി സമയമായി എന്തായാലും ചേട്ടനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അവരോടൊന്ന് എന്താ പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് ബാക്കി ആൾക്കാരെ വിളിക്കാമല്ലേ. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. പുതിയ വർഷത്തിൽ ഒരുപക്ഷെ വടക്കോട്ട് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്കുള്ള ഒരു ആദ്യത്തെ വേദിയാണിത്. കഴിഞ്ഞ 10-26 വർഷങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പരിപാടി ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം എപ്പോഴും ഓർക്കും. അത് നമ്മുടെ ഉത്സവപ്പറമ്പോ പള്ളിപ്പെരുന്നാളൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാം പല സ്ഥലങ്ങളിൽ നടക്കുമല്ലോ. ഇവിടെ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. രാവിലെ തന്നെ നിങ്ങളുടെ ഈ നല്ല നാട്ടിൽ എത്തിയിരുന്നു. പദയാത്രയിൽ എത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലി ആയതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ എത്തി. യുസൈഫ് അദ്ദേഹമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം. വീട്ടുകാരെയൊക്കെ കണ്ടു, പരിചയപ്പെട്ടു, ഈ പ്രദേശം കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്താണ് ഇനിയും ഈ എൻ്റെ ഒരു സുദീർഘമായ സംസാരത്തേക്കാൾ, അല്ലെങ്കിൽ ഇനി നമ്മൾ പല തവണകളിലായി നമുക്ക് സംസാരിക്കാം. ആളുകൾ കാത്തിരിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു നറുക്കെടുപ്പിനും ആരാണ് ഭാഗ്യശാലി എന്നറിയുന്നതിനും ഒക്കെയാണ്. നല്ല കാര്യമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഇതുപോലൊരു വലിയ പമ്പ് വരികയും ഇത്തരത്തിലുള്ള സമ്മാനം ഉൾപ്പെടെയുള്ള പരിപാടികൾ, ജനകീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ട് നമ്മൾ ഈ പെട്രോൾ അടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീസൽ അടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നു എന്നതിനപ്പുറത്തെ ഒരു പ്രാധാന്യം, സാമൂഹികമായ ഒരു പ്രാധാന്യം ഒരു പമ്പിനൊരു നാട്ടിലൊരു മറ്റ് കടകൾ വരുന്ന പോലെയല്ല. ആ നാടിനൊരു കോൺട്രിബ്യൂഷനായി മാറുന്ന അവസ്ഥകളിൽ അത്ര കാണാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഞാൻ മുസൈഫിനോട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ നെസ്കഫേയുടെ ഷോറൂം